നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പാതിയിലെ തട്ടിപ്പിന് ഇരയായവർ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. വഞ്ചിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് 15-ന് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നത്. കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ എന്ന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി നടത്തുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റിൽ അവർ നമുക്ക് ഒരു മാനസിക പരിഗണന വരെ തന്നിട്ടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർ വില്ലിങ് ആയിരുന്നില്ല. നമ്മൾ ഇത്രയും സ്ത്രീകൾ ഈ പരാതിയായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് നിങ്ങൾ സ്ത്രീകളെ പറ്റിക്കാൻ എളുപ്പമാണ്, നമ്മൾ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അത് അവർ മറന്നു പോവുകയാണ്. നമ്മൾ പറ്റിക്കപ്പെട്ടതല്ല, നമ്മുടെ പഞ്ചായത്ത് ഗ്രൂപ്പുകളിലാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. നമ്മൾ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്തവരാണ് ഇതിൻ്റെ ഉദ്ഘാടനവും അല്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അത് കാരണമാണ് നമ്മളിത് വിശ്വസിച്ചിരിക്കുന്നത്. നമ്മളിപ്പം ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെങ്ങനെ ഇതിൽ പെട്ടുപോയി, ബുദ്ധിയില്ലേ, വിവരമില്ലേ? ബുദ്ധിയും വിവരവും മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നമ്മൾ എലക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ഒരിക്കലും ആലോചിക്കില്ല അവർ ഇങ്ങനെ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്താ പറയുക, ക്യാൻവാസ് ചെയ്യും. ഇതൊന്നും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് പറ്റിക്കപ്പെട്ടത് 1-2 സ്ത്രീകളല്ല, കേരളത്തിലുള്ള ഒരുപാട് സ്ത്രീകളാണ് പറ്റിക്കപ്പെട്ടിട്ടുള്ളതെന്നും കൂടെ ഈ ബുദ്ധിയില്ലാന്നും പൊട്ടന്മാരാണെന്നും പറയുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളും മറ്റ് സാധനങ്ങളും നൽകാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട വനിതകളെ വഞ്ചിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് 15-ന് രാവിലെ 10 മണിക്കാണ് കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ എന്ന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നത്. വിവിധ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തട്ടിപ്പിന് ഇരയായവർക്കൊപ്പം പ്രതിഷേധ മാർച്ചിലും ധർണയിലും അണിനിരക്കും. സീഡ് തട്ടിപ്പ് കേസിൽ പോലീസ് തങ്ങൾ കൊടുത്ത പരാതിയിൽ കേസെടുക്കാതെ ഒളിച്ചു കളിക്കുകയാണെന്ന് ഇരകളായവർ ആരോപിച്ചു. സീഡ് ജില്ലാ കോർഡിനേറ്റർ മോഹനനും പ്രൊമോട്ടർമാർക്കെതിരെയും തങ്ങൾ കൊടുത്ത പരാതിയിൽ കേസെടുക്കാതെ മോഹനൻ കൊടുത്ത പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സീഡ് നടത്തിയ പൊതുപരിപാടിയിൽ പങ്കെടുത്ത അഴീക്കോട് MLA KV സുമേഷും പഞ്ചായത്ത് പ്രസിഡന്റും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഇരകളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾക്ക് നിയമസഹായം നൽകി കോൺഗ്രസ് പാർട്ടി മാത്രമാണ് നിലനിൽക്കുന്നത്. തട്ടിപ്പിന് ഇരയായവരിൽ വിവിധ പാർട്ടി വിശ്വാസികളുമുണ്ട്. പ്രൊമോട്ടറായ രാജാമണി ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തെറ്റാണ്. പ്രൊമോട്ടർമാർക്ക് ഗൂഗിൾ പേ വഴിയാണ് തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതൽ പേരും പണം നൽകിയത്. അഴീക്കോട്ടെ പ്രൊമോട്ടറിൽ ഒരാളായ സക്കീന ഒരു മെമ്പറുടെ കയ്യിൽ നിന്നും 2000 രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. പാതി വിലയ്ക്ക് വണ്ടി വാങ്ങിത്തരുന്നതല്ലേ എന്ന ന്യായമാണ് ഇവർ ഉന്നയിച്ചത്. തങ്ങളുടെ പരാതികൾ കേൾക്കാൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോ കണ്ണൂർ കലക്ടറോ തയ്യാറായില്ല. തട്ടിപ്പുകാരിൽ നിന്നും പണം തിരിച്ചു നൽകാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടുന്ന സർക്കാർ ഇടപെടണമെന്നും തട്ടിപ്പിനിരയായവർ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളെ വണ്ടി വേണ്ട എന്ന് പറഞ്ഞേരം പറഞ്ഞു, എന്നാൽ നിങ്ങളെ പൈസ തരാം, 15 ദിവസത്തിനുള്ളിൽ പൈസ തരാമെന്ന് പറഞ്ഞു. ഞാനൊരു ഫോം എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഫോം എഴുതി കൊടുത്തു. ജനസേവയിൽ പോയിട്ട് അവരെ കൊണ്ട് പൂരിപ്പിച്ചിട്ട് ഞാൻ അവരെ ഈ സക്കീന എന്ന് പറയുന്ന കുട്ടീൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് രാവിലെ കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കുണ്ട് ഈ സക്കീന എന്നെ ഫോൺ ചെയ്തിട്ട് പറയുന്നത്, പ്രൈമസി മോഹന സാർ നിങ്ങളെ സംസാരിക്കണം പോലും. ഞാൻ ചോദിച്ചാൽ എന്തേന്ന് ചോദിച്ചു. അത് 15 ദിവസം കൊണ്ട് വണ്ടി കിട്ടൂല, നിങ്ങളെ ഫോമും കാര്യം പൈസ ഇല്ലാതെ രജിസ്റ്റർ ചെയ്തു, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ജനുവരി 3-ന് വണ്ടി കിട്ടും, വണ്ടി വാങ്ങിക്കോ, അതല്ലേ നല്ലതെന്ന്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ വണ്ടി തന്നേന്ന് പറഞ്ഞു. അത് ജനുവരി 3 കഴിഞ്ഞു, 29 കഴിഞ്ഞു. അതിന് എത്രയോ മാസം മുമ്പേ അയാൾ എന്നോട് പറഞ്ഞു സ്റ്റേഡിയം ബുക്ക് ചെയ്തിട്ടുണ്ട്, 40 ലക്ഷത്തിനാണ് സ്റ്റേഡിയം ബുക്ക് ചെയ്തത്. അയാൾ വായി തുറന്ന കളവ് മാത്രമേ പറയുള്ളൂ. പക്ഷേ അയാൾ ഈ കളവ് പറയുന്നതും പറ്റിക്കുന്നതല്ല. നമ്മളെപ്പോലത്തെ പാവപ്പെട്ട പെണ്ണുങ്ങളെ പറ്റി ഒരു വണ്ടി കിട്ടുമല്ലോ എന്ന് ചൊല്ലി മാത്രം കൊടുത്തു പോയത് അവനെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കൂല. ഇതൊരു ഭയങ്കര ദ്രോഹമാണ് അവർ ചെയ്തത്. നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ് നമ്മൾ ഈ ചതിച്ചത്. വാർത്താ സമ്മേളനത്തിൽ അഴീക്കോട് മണ്ഡലത്തിൽ തട്ടിപ്പിനിരയായ AP നഫീല, ഇപ്രിസ, അനില തമ്പുരാൻ കണ്ടി, T പ്രേമജ എന്നിവരും പങ്കെടുത്തു.